പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം ടൈമിലും അധികാരത്തിലെത്തിയപ്പോൾ പാകിസ്ഥാൻ ഒരു പൂതി തോന്നി, എന്തായാലും ഒന്ന് ചൊറിഞ്ഞേക്കാമെന്ന്. കാരണം ഇങ്ങനെ പോയാൽ നരേന്ദ്രമോദി 4ാം ടൈം, 5ാം ടൈം, 6ാം ടൈം ഒക്കെ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പാകിസ്ഥാന് ആശങ്ക കടുത്തു തുടങ്ങി. കാരണം പാകിസ്ഥാന്റെ ആശങ്ക മാത്രമായിരുന്നില്ല അത്, അമേരിക്കയുടെയും മറ്റ് അന്ന് ചൈനയുടെയും ഒക്കെ ഒരു ആശങ്ക തന്നെയായിരുന്നു അത്. ഇന്ത്യയിൽ ഇങ്ങനെ സ്ഥിരമായൊരു ഭരണം നടന്നാൽ, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ ഏത് അവികസന വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമായാലും അവിടെ സുസ്ഥിര ഭരണമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ, അതാണ് തുടരുന്നതെങ്കിൽ അത് മറ്റ് ലോക സമ്പദ് വ്യവസ്ഥകൾക്ക് കടുത്ത ഭീഷണിയാകും, അവരുടെ അടിത്തറയിളകുമെന്ന ഒരൊറ്റ ആശങ്ക തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയെ ചൊറിയാൻ വന്നതിന് പിന്നിലും. പാകിസ്ഥാൻ സ്വമേധയാ ചൊറിഞ്ഞതല്ല, അമേരിക്ക അടക്കം ഇടപെട്ട് പാകിസ്ഥാനെ കൊണ്ട് ചൊറിയിപ്പിച്ചതാണ്. അതിന് തിരിച്ചനുഭവിക്കേണ്ടി വന്നത് പാകിസ്ഥാനാണെന്ന് മാത്രം. ഇന്ത്യയോട് കളിക്കാൻ വന്നതിന്റെ ദുരന്തഫലം അനുഭവിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയ്ക്ക് സ്വന്തം മണ്ണിൽ എണ്ണ കുഴിച്ചെടുക്കാൻ അനുമതി കൊടുക്കേണ്ടത് ഗതികേടിലായി പാകിസ്ഥാൻ. ഇന്ത്യക്ക് എതിരെ പാകിസ്ഥാൻ നിന്നപ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ അമേരിക്ക വന്നതിന് പാകിസ്ഥാൻ കൊടുത്ത പ്രതിഫലമാണ് ഈ എണ്ണ കുഴിച്ചെടുത്തോ എന്ന വാഗ്ദാനം. ഒടുവിലിതാ ചൈനയും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരും ഒക്കെ പാകിസ്ഥാന്റെ ശത്രുക്കളായി ഇന്ത്യയുടെ മിത്രങ്ങളായി മാറിയിരിക്കുന്നു. ഇന്ത്യക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി തോറ്റു തുന്നമ്പാടി ഒടുവിൽ ഇന്ത്യയുടെ കാല് പിടിച്ച് വെടിനിർത്തൽ ഇരന്ന് വാങ്ങിയെടുത്ത പാക് സൈനിക മേധാവി അപ്രഖ്യാപിതമായി, സ്വയം പ്രഖ്യാപിതമായി ഫീൽഡ് മാർഷൽ എന്ന പദവി കൂടി നേടിയെടുത്തു അസിം മുനീർ. അപ്പോഴെന്തായി? അമേരിക്കയ്ക്ക് മുന്നിൽ ഞെളിഞ്ഞു നിൽക്കാൻ ഒരു സൈനിക പദവി കിട്ടി തന്റെ കുപ്പായത്തിൽ തുന്നാൻ. അത് മാത്രമേ ഉള്ളൂ, ഫീൽഡ് മാർഷൽ അസിം മുനീർ. പക്ഷേ അതേസമയം പാകിസ്ഥാന്റെ ബലൂചിസ്ഥാനിൽ, പാക് അധിനിവേശ കാശ്മീരിലൊക്കെ കലാപം കൊടുമ്പിരിക്കൊള്ളുകയായിരുന്നു. പാക് സർക്കാരിന്റെ അടിച്ചമർത്തലുക്കെതിരെ ഏത് നിമിഷം വേണമെങ്കിലും ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയിരിക്കും. കാരണം അത്ര കണ്ട് ആഭ്യന്തര യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഒടുവിൽ പാകിസ്ഥാൻ എന്താണ് പറയുന്നത്? ഇന്ത്യയാണ് അതിന് പിന്നിലെന്ന്. എളുപ്പമുണ്ടല്ലോ ഇന്ത്യയെ പറയുമ്പോൾ. അങ്ങനെ ഇന്ത്യക്കെതിരെ നടത്തിയ പ്രകോപനങ്ങളിൽ പാകിസ്ഥാന്റെ കുടിവെള്ളം വരെ ഗതികേട് കൊണ്ട് മുട്ടിച്ചതാണ് ഇന്ത്യ. ആ ഒരു അവസ്ഥയിൽ പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിലെ പാക് കാർഷിക വിളകൾ, കാർഷിക ഭൂമി വരണ്ടുണങ്ങി. അങ്ങനെ പാകിസ്ഥാനിലെ യഥാർത്ഥ കർഷകരും ഇപ്പോൾ സർക്കാരിനെതിരെ കലാപക്കൊടി ഉയർത്തിയിരിക്കുകയാണ്. കടുത്ത ആഭ്യന്തര കലാപത്താൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ. അതിന് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയാണ് കാരണം. അങ്ങനെ ഒരു വിഭാഗം, ഒരു പ്രവിശ്യയിലെയും ജനതയെ തൃപ്തിപ്പെടുത്താൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യക്കെതിരെ യുദ്ധം നേരെ ചൊവ്വേ നടത്താൻ പോലും പാകിസ്ഥാന് പറ്റിയില്ല. ഒടുവിൽ ഇത് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി കൈകോർത്തിരിക്കുന്നു. അമേരിക്ക ഏത് നിമിഷവും അഫ്ഗാനിസ്ഥാനിലെ പഴയ തങ്ങളുടെ സൈനിക താവളം തിരിച്ചു പിടിക്കുമെന്ന ഭീതി നിലനിൽക്കുകയാണ് ഇന്ത്യയുടെ പിന്തുണയോടെ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇന്ത്യ ഇടപെട്ടാൽ അമേരിക്ക പത്തി താഴ്ത്തി പിന്നോട്ട് പോകുമെന്ന് അഫ്ഗാനിസ്ഥാൻ സർക്കാരിന് വ്യക്തമായി അറിയാം. ഇന്ത്യ ഇടപെട്ടാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പോലും അതനുസരിക്കുമെന്ന് അഫ്ഗാനിസ്ഥാനും അറിയാം, മറ്റു ലോകരാജ്യങ്ങൾക്കും അറിയാം, പാകിസ്ഥാനും അറിയാം, ചൈനയ്ക്കും അറിയാം. എന്തായാലും ചൈന ഇപ്പോൾ ഇന്ത്യക്കൊപ്പമാണ്. വ്യാപാര പ്രതിരോധ ബന്ധങ്ങളിൽ, വിമാന നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ടൊക്കെ ചൈന ഇപ്പോൾ ഇന്ത്യക്കൊപ്പമാണ്. കാരണം അത്ര കണ്ട് അമേരിക്കയുടെ ശല്യം കൂടുതലാണ്. ഇന്ത്യ പിന്നിൽ നിന്നും ചതിക്കുന്ന രാജ്യമല്ലെന്ന് അഫ്ഗാനിസ്ഥാനും മറ്റു രാജ്യങ്ങളും വ്യക്തമായി അറിയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തവണ ആവശ്യപ്പെട്ടാൽ പുടിൻ പോലും അനുസരിക്കുമെന്നിരിക്കെ ഇന്ത്യയുടെ അഹിംസാവാദത്തിലൂന്നിയ ആ നിലപാടിന് വീണ്ടും ശക്തിയേറുകയാണ്. എന്നിട്ടും പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി മുതൽ ഛോട്ടാ നേതാക്കൾക്ക് വരെ ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തി തങ്ങൾ നിൽക്കുന്നയിടം കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പലതവണ മുന്നറിയിപ്പ് നൽകിയാണ്, ഒരിക്കൽ കൂടി ഓപ്പറേഷൻ സിന്ദൂർ തങ്ങളെ കൊണ്ട് ആവർത്തിപ്പിക്കരുതെന്ന്, വടിയെടുപ്പിക്കരുതെന്ന്. ആ ഓപ്പറേഷൻ അവസാനിച്ചിട്ടില്ലെന്നും ഇന്ത്യ പലകുറി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവസാനിക്കത്തിന്റെ സാധനം എപ്പോൾ വേണമെങ്കിലും തുടങ്ങാമെന്നാണ് ഇന്ത്യ നൽകിയ അന്നത്തെ മുന്നറിയിപ്പ്. ഒടുവിലിതാ ചൈന ഇന്ത്യ നയതന്ത്ര വ്യാപാര ബന്ധം പുനരാരംഭിക്കുമ്പോൾ അത് പാകിസ്ഥാന് കനത്ത അടിയാണ്. പാക് മണ്ണിൽ വ്യവസായ കോറിഡോർ ഒരുക്കി പാക് സേനയെ ഇന്ത്യൻ മണ്ണിലേക്ക് നയിക്കാമെന്ന പാക് മണ്ണിൽ വ്യവസായ കോറിഡോർ ഒരുക്കി ചൈനീസ് സേനയെ പാകിസ്ഥാനിലൂടെ ഇന്ത്യൻ മണ്ണിലേക്ക് അയക്കാമെന്ന പാകിസ്ഥാന്റെ വ്യാമോഹങ്ങൾക്കാണ് ഇപ്പോൾ തടയിട്ടിരിക്കുന്നത് ഇന്ത്യയും ചൈനയും ഒരുമിച്ച്. ഇപ്പോഴെന്തായി? ഓപ്പറേഷൻ സിന്ദൂറിൽ ഞങ്ങൾ ലക്ഷ്യം ഭേദിച്ചത് ഉപഗ്രഹ ചിത്രങ്ങൾ കാണിച്ചു തന്നു. പക്ഷെ പാകിസ്ഥാന് സ്വന്തം അതിർത്തിക്കുള്ളിൽ പോലും ഒന്നും ആയില്ല എന്നാണ്, അതാണ് സത്യമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അത് നേരത്തെ ഇന്ത്യ വ്യക്തമാക്കിയതാണ്. പാക് സേന ചിന്തിച്ചു തുടങ്ങും മുമ്പ് ഇന്ത്യൻ ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾ പാക് മണ്ണിൽ
വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കിയെങ്കിലും വലിയ നാശനഷ്ടം ഉണ്ടാക്കിയപ്പോൾ പാകിസ്ഥാൻ നഷ്ടപ്പെട്ടത് ഒന്നും രണ്ടുമല്ല 10 യുദ്ധവിമാനങ്ങളാണെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ APC. അപ്പോഴും പാകിസ്ഥാന് മിണ്ടട്ടമില്ല. കാരണം എല്ലാം പോയത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ 5 യുദ്ധവിമാനങ്ങളെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിലത്തിറക്കിയതായും തകർത്തിട്ടതായും പാക് വ്യോമത്താവളങ്ങളിലെ അവാക്സ് അടക്കം 5 വിമാനങ്ങൾ ഇന്ത്യ തകർത്തതായുമായാണ് ഇപ്പോഴത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. ഇന്ത്യയുടെ ദീർഘദൂര സർഫസ് എയർ മിസൈലുകൾ തങ്ങളുടെ ശേഷിയും കഴിവും തെളിയിച്ചതായും വ്യോമസേന മേധാവി പറയുന്നു. 4 ദിവസത്തെ അതിർത്തി കടന്നുള്ള വെടിവയ്പ്പിന് ശേഷം മെയ് 10 താൽക്കാലികമായി വെടിനിർത്തൽ കൊണ്ടുവരാൻ പാകിസ്ഥാന് മേലിൽ സമ്മർദ്ദമുണ്ടാകാൻ കാരണവും ഈ ഒരു വിഷയം തന്നെയാണ്. പാകിസ്ഥാന്റെ എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അവാക്സ് വിമാനം വെടിവെച്ചിടാൻ ചാരപ്രവർത്തനവുമായി ഇന്ത്യയിലേക്ക് വന്ന വിമാനം വെടിവെച്ചിടാൻ ഇന്ത്യൻ മിസൈലുകൾക്കായെങ്കിൽ അത് ഇന്ത്യയിലെ കഴിവ് തന്നെയാണ്. F-16 വിമാനങ്ങളാകും മിക്കവാറും നശിച്ച 4 വിമാനത്താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ബ്രഹ്മോസ് മിസൈൽ ആക്രമണങ്ങളിൽ നശിച്ചതെന്നാണ് ഇപ്പോൾ APC വെളിപ്പെടുത്തിയിരിക്കുന്നത്. 4 റഡാറുകൾ, 2 കമാൻഡ് സെന്ററുകൾ, ഒരു ഹാങ്ങർ, ഒരു C ക്ലാസ് യുദ്ധ ഗതാഗത വിമാനം, പിന്നെ ഒരു SIM സംവിധാനം. ഇതെല്ലാം ഇന്ത്യ തകർത്തു. അതിനുള്ള കണക്കുകൾ, വ്യക്തമായ ചിത്രങ്ങളൊക്കെ ഇന്ത്യയുടെ പക്കലുണ്ട്. പാകിസ്ഥാന്റെ പക്കൽ എന്തുണ്ടെന്നാണ് ഇന്ത്യൻ വ്യോമസേന മേധാവി ചോദിക്കുന്നത്. ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നതിന്റെ തുടർ സൂചനകളാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകുന്നത്. അതാണ് ഇന്ത്യൻ വ്യോമസേന മേധാവിയും പിന്നീട് ഇന്ത്യൻ കരസേന മേധാവിയും ഒക്കെ പല സന്ദർഭങ്ങളിലായി നൽകുന്ന മുന്നറിയിപ്പുകൾ, ഓർമ്മ പുതുക്കലുകളൊക്കെ അതിന്റെ ഭാഗം തന്നെയാണ്. ചൈന ഇന്ത്യയുടെ പക്ഷത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയെന്ന് ഓർക്കണം. ഇപ്പോഴിതാ ഗതികെട്ട പാകിസ്ഥാൻ തങ്ങൾക്ക് ഡ്രോണുകളും മറ്റ് ആയുധങ്ങളുമൊക്കെ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ കൈയച്ച് സഹായിച്ച് നൽകിയ തുർക്കിക്ക് സ്വന്തം മണ്ണിൽ താവളമൊരുക്കുന്ന ഗതികെട്ട നാണക്കേടിലാണ്. കാരണം തുർക്കിയുടെ ആവശ്യം അതായിരുന്നു, പാക് ബേസിൽ തുർക്കിക്കൊരു താവളം വേണം. ഇനി തുർക്കി തീരുമാനിക്കും പാക് ഭരണകൂടവും പാക് സേനയും എങ്ങോട്ട് നീങ്ങണം, എന്ത് ചെയ്യണം, എവിടെ തിരിയണമെന്നൊക്കെ. ഇതുപോലെ നാണംകെട്ട ഭരണകൂടം പാകിസ്ഥാൻ ഉണ്ടായിട്ടെന്ന് ഇപ്പൊ ജനം തന്നെ പറയുകയാണ്. തുർക്കി പാക് മണ്ണിൽ എന്ത് ചെയ്താലും ഇന്ത്യക്കെതിരെ വിഷയമേ അല്ലെന്നാണ് തുർക്കി പ്രസിഡന്റ് റജബ് എർദോഗൻ ഓർക്കേണ്ടത്. കാരണം ഇന്ത്യയെ വേദനിപ്പിക്കാൻ കൂട്ടുനിന്നവരെയും വേദനിപ്പിക്കാൻ കൊടും ചതികൾ ആസൂത്രണം ചെയ്തവരുമൊക്കെ കാരണം ഇന്ത്യയെ വേദനിപ്പിക്കാൻ കൂട്ടുനിന്നവരെയും ഇന്ത്യയെ വേദനിപ്പിച്ചുകൊണ്ട് കൊടും ചതി പ്രവൃത്തികൾ ആസൂത്രണം ചെയ്തവരുമൊക്കെ ഇന്ത്യ വെറുതെ വിടില്ല എന്ന് വളരെ വ്യക്തമാണ്. അതാണ് ഇന്ത്യൻ സൈനിക വിഭാഗങ്ങൾ പാകിസ്ഥാന് മുന്നിൽ കാട്ടിക്കൊടുത്തതും. തുർക്കിയും ഇതേ ഗതി നേരിടേണ്ടി വരുമെന്ന് ഓർക്കണം. ഇന്ത്യയെ വേദനിപ്പിക്കാൻ കൊടുക്കുന്നവരെ ആരെയും ഇന്ത്യൻ സേനകൾ വെറുതെ വിടില്ല എന്ന് പാകിസ്ഥാനും ഓർക്കണം, തുർക്കിയും ഓർക്കണം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച